കൂട്ടുകാരെ, ഞങ്ങളിന്ന് പറയാൻ പോണതേ, ഞങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 3 വർഷത്തോളമായി, 3 വർഷം ആവാൻ പോകുന്നു. അപ്പം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ചാനലിൻ്റെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പുതുതായിട്ട് പഠിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട്. കുറേ അനലിറ്റിക്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ പുതുതായിട്ട് പഠിച്ചെടുത്തു. ഈ വീഡിയോ കാണുന്നവർ, ഈ വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഞങ്ങളെ പോലെ കുറേ ആൾക്കാർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും ചാനൽ. നമ്മൾ ഈ വീഡിയോ കാണുന്നവർ അവർക്ക് ഉപകാരപ്പെടും. പിന്നെ തുടങ്ങിയിട്ടുണ്ടാവും ചിലർ, അവർക്കും ഈ വീഡിയോ കണ്ടാൽ ഉപകാരപ്പെടും. അപ്പം നമ്മൾ ആദ്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴേ നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ കഴിയുക, അതായത് ഇത് കുറച്ചാണ്ട് കഴിഞ്ഞ് പെട്ടെന്നൊന്നും വ്യൂ കയറില്ല. അപ്പോൾ പെട്ടെന്ന് വ്യൂ കയറാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് എന്താണ് കഴിയുക, അതായത് നമുക്ക് എന്താണ് മടുപ്പില്ലാതെ ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെടുക്കാൻ. അതിലാണ് ഫസ്റ്റ്. അതിന് പറ്റിയൊരു പേര് വേണം. പേര് ആകുമ്പോൾ നമുക്ക് പേര് ചിലർ ആൾക്കാരുടെ പേരിൽ തന്നെ തുടങ്ങും. ചിലർ എന്താ പറയുക, അവരുടെ ഇതാക്കും. ആൾക്കാരുടെ പേരാക്കിയാൽ ഈ ആൾക്കാരുടെ പേരാവുക ആൾക്കാരുടെ മനസ്സിൽ, അതായത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ടാവുക. ഈ നമ്മൾ ചിലർ ബ്രാൻഡുകളില്ലേ, അതായത് ഇപ്പോൾ പല ബ്രാൻഡുകളുടെ പേരിലാവും ചിലർ ചാനൽ തുടങ്ങുക. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ പേരിലാവും ഇത് രജിസ്റ്റർ ചെയ്യുക നമ്മളെ മനസ്സിൽ, അതായത് കാഴ്ചക്കാരുടെ മനസ്സിൽ. ഞാനെന്ത് ചെയ്തു, ഷാജി ഉമ്മയിൽ നിന്ന് ആദ്യം ഞാനാണ് ചാനലിൽ മുന്നിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനാണ് ആദ്യം സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം ക്യാമറയുടെ മുന്നിൽ, ഞാനാണ് ആദ്യം ഇത് തുടങ്ങിയത്. അപ്പോൾ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉമ്മാക്ക് ക്യാമറ ഒരു ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ പറയാം, ഒരു കിളിക്ക് ഒരു ബോട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം, ഒരു പാത്രം ഉണ്ടാക്കി കൊടുക്കണം, വെള്ളം പാത്രം. കോഴിക്കുട്ടികൾക്ക് ഒരു പാത്രം ഉണ്ടാക്കി കൊടുക്കണമല്ലേ? ആദ്യം ഞങ്ങൾ വീഡിയോ തുടങ്ങിയതാണ് എൻ്റെ മോന് കോഴിക്കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ ഒരു പാത്രം ഉണ്ടാക്കിയത്. ഒരു പാത്രത്തിന് നടുക്ക് വേറെ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട്, അപ്പൊ കോഴിക്കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ അപ്പിയിട് അതിന് കയറി നിൽക്കുകയൊന്നും ചെയ്യില്ല. രണ്ടാമത് വെള്ളം കൊടുക്കാൻ ഒരു കുപ്പി ഉണ്ടാക്കി. പക്ഷെ ഞാനാണ് വീഡിയോ എടുക്കുന്നത്, ഇവൻ ചെയ്യുന്ന ആളാണ്. എനിക്ക് അങ്ങോട്ട് വെക്കാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വെക്കും, ഇങ്ങോട്ട് വെക്കാൻ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വെക്കും. എന്നിട്ട് ഒന്നും ശരിയാവണില്ല. എന്നിട്ട് തന്നെ എൻ്റെ മോന് എന്നെ മുന്നിൽ നിർത്തി അവൻ ബാക്കിൽ നിന്നെടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം. അപ്പോൾ ശരിയാവാത്തപ്പോൾ എന്തായാലും തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ നന്നായി ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ക്യാമറയിലാട്ടോ വീഡിയോ എടുക്കുന്നത്. ഇത് ഞാനെൻ്റെ ഒരു കൂട്ടുകാരനും പാടെ പണ്ട് വാങ്ങിയതാണ് 2016. എനിക്കിതിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ ക്യാമറ വാങ്ങിയതാണ്. അവനിപ്പോൾ എറണാകുളത്താണ്. അവൻ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉമ്മാനെ ക്യാമറയുടെ മുന്നിലാക്കി, ഞാൻ ക്യാമറയുടെ ബാക്കിലായി. അപ്പോൾ ക്യാമറയുടെ ടെക്നിക്കൽ സൈഡൊക്കെ ഞാൻ ചെയ്യും, ഉമ്മ ഇതാക്കും. അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം വന്നു അറിയോ, ഈ ഉമ്മാക്ക് പല ഈ ടേംസുകൾ, അതായത് നമ്മൾ ടെക്നിക്കലാണ് നമ്മൾ ആദ്യം ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, അങ്ങനത്തെയൊക്കെയാണ്. അതായത് ഫുഡല്ല നമ്മൾ ആദ്യത്തെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ആദ്യം ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക. ഞാനൊക്കെ വിചാരിച്ചിട്ടായിരുന്നു, എൻ്റെ FZ വണ്ടിയാണ്. അപ്പോൾ FZ വണ്ടിയിൽ കാർബറേറ്റർ വെച്ച്, അതായത് നമ്മളെ ചെറിയ വണ്ടിയുടെ കാർബറേറ്റർ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതൊക്കെയായിരുന്നു നമ്മളെ തീം. ഞാനൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മ ക്യാമറയുടെ മുന്നിലേക്ക് വന്നാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അതായത് റിസ്ക്കിയുള്ള പണികളാണ്. ഇതിപ്പോൾ എത്ര വന്നാലും നമ്മൾ ഇതിന് അതായത് വീഡിയോയുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആലോചിച്ചപ്പോഴാണ് കുക്കിങ്ങിലേക്ക് വന്നത്. ആ കുക്കിങ്ങിലേക്ക് വന്നപ്പോൾ പിന്നെ ഇതായി, ഉമ്മയുടെ കാലിൽ കമ്പി ഇട്ടിട്ട് ചെറുതായിട്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് എനിക്ക് വണ്ടി ഓട്ടിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. വണ്ടി പറഞ്ഞാൽ സ്കൂട്ടിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് നല്ല ആഗ്രഹമാണ്. എന്താ വെച്ചാൽ ഞാൻ കുട്ടിക്കാലം മുതലേ എനിക്കുള്ള ഒരു ആഗ്രഹമാണത്. എന്നിട്ട് ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, ഞാൻ വണ്ടി പഠിക്കാൻ പോട്ടെ എന്ന്. ഞാൻ മാക്സി കച്ചവടത്തിലൊക്കെ പോണ ആളായിരുന്നു. അപ്പം അതൊക്കെ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകാമല്ലോ. അപ്പം എല്ലാവരും പറയും, നസീമാത്താക്കൊരു വണ്ടി എടുത്തൂടെ, അപ്പം ഇതൊക്കെ കുറേ കൊണ്ടുവരാമല്ലോ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വണ്ടി പഠിക്കാൻ എൻ്റെ മോന് മനസ്സോടെ പറഞ്ഞു വെച്ചു. അല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സ്കൂട്ടർ ഓടിക്കണ്ട, സ്കൂട്ടർ ഓടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു, കാറ് വേണമെങ്കിൽ ഓടിച്ചാൻ പഠിച്ചോളൂ. അപ്പം രണ്ടും പഠിക്കാനാണ് ഞാൻ പോയത്, കാറ് പഠിക്കാനും സ്കൂട്ടി പഠിക്കാനും.
സ്കൂട്ടി പഠിക്കാൻ എൻ്റെ മോന് മനസ്സില്ല മനസ്സോടെ പറഞ്ഞു, കാറ് പഠിക്കാൻ നല്ല മനസ്സോടെ പറഞ്ഞു. അപ്പം 3 ദിവസം പോയി. 4ാമത്തെ ദിവസം പോകുമ്പോ ഇതാ കിടക്കണ് വണ്ടി എൻ്റെ കാലിന് കൂടെ. അപ്പൊ കാല് വേണിയുടെ അവിടെ കാല് പൊട്ടി കമ്പിയൊക്കെ ഇട്ട് ഓപ്പറേഷൻ ചെയ്ത് നടക്കാൻ പറ്റാതെ എൻ്റെ മോള് 1 മാസം വന്ന് നിന്ന്. അവരെ ഇപ്പൊ കല്യാണം കഴിച്ചു കൊടുത്ത മക്കളെ എപ്പോഴും നമുക്ക് തരില്ലല്ലോ. എന്നിട്ട് എൻ്റെ മോന് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫൈനാൻസ് കമ്പനിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് റിസൈൻ ചെയ്തിട്ട് എൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ചിലവിനൊന്നും ബുദ്ധിമുട്ട് വന്ന കാരണം ഇവന് കോഴിക്കടയ്ക്കും അവിടെ എവിടെയൊക്കെ ചെറിയ ചെറിയ പണികൾക്കൊക്കെ അവൻ പോയിട്ടാണ് കാശ് കൊണ്ടുവരും, എന്നെ നോക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങാൻ എൻ്റെ മോൻ ഇങ്ങനെ ഒരു ഐഡിയ ചോദിച്ച് ഞാൻ ഓക്കെ പറഞ്ഞതാണ്. അപ്പം ഞങ്ങളെ അങ്ങനെയാണ് കണ്ടന്റ് തീരുമാനിച്ചത്. അതായത് ആദ്യം തന്നെ ഫുഡിൻ്റെ അല്ലായിരുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇതിപ്പോൾ ഒരു കണ്ടന്റായി ചാനലായി ഒക്കെ ചാനലൊക്കെ ആയി. ഈ ചാനലായി നമുക്ക് വീഡിയോ ഇടാൻ തുടങ്ങണം. വീഡിയോ ചിലരെന്ത് ചെയ്യുമെന്ന് അറിയോ, ചിലർ ഇന്നൊരു വീഡിയോ ഇടും, പിന്നെ നാളെ ഇടില്ല, ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാവും ഇടുക. ഈ 4 ദിവസം കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം വേറെ ഒരു വീഡിയോ ഇടും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പം ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ, അതായത് പ്രശ്നങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുക. അപ്പോൾ ഞാനെന്ത് ചെയ്തു, അങ്ങനെ ഞാനിങ്ങനെ കുറേ യൂട്യൂബ് വീഡിയോ കാണും, പിന്നെ കുറേ ആർട്ടിക്കിളുകൾ വായിക്കും. അങ്ങനെയൊക്കെ ഞാനെന്ത് ചെയ്തു, ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കി. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനലിന് ഒരു ടൈം സെറ്റാക്കണം. അതായത് നമ്മളിപ്പോൾ നിങ്ങളൊരു ആലോചിച്ചാൽ മതി, നമ്മൾ ന്യൂസ് ചാനൽ കാണുകയാണ്. ഈ ന്യൂസ് ചാനൽ കാണുകയാണ്, ചിലർ സീരിയൽ കാണും, ചിലർ സിനിമ കാണും. 3 കണ്ടൻറ്റാണ്. 3 ചാനലിലും 3 കണ്ടൻറ്റാണ്. ഈ 3 കണ്ടൻറ്റിലും നമ്മൾ ന്യൂസ് കാണുന്നവർ മാത്രമേ ഈ ന്യൂസ് ചാനൽ കാണുള്ളൂ. ഈ സിനിമ കാണുന്നവർ, ഈ സീരിയൽ കാണുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കാണും. പക്ഷേ കൂടുതൽ സീരിയൽ ഇഷ്ടമുള്ള ആൾക്കാർ എന്ത് ചെയ്യും, രാത്രി ഫുള്ള് അവരാവും കാണുന്നുണ്ടാവുക. സിനിമ കാണുന്ന ആൾക്കാർ സിനിമ കാണും. അപ്പം നമ്മളെ യൂട്യൂബ് ചാനലിലും പല കണ്ടൻറ്റുകൾ ഇടാൻ പാടില്ല. ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് ചൂസ് ചെയ്തിട്ട് അത് മാത്രമേ ഇട്ടുകൊണ്ടിരിക്കുക. അത് ഇടുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇന്നിപ്പോൾ ഇട്ടാൽ 4 ദിവസം കഴിഞ്ഞിട്ട് ഇടുക, പിന്നെ ഇടുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയും ചെയ്യാൻ പാടില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, 2 വീഡിയോ, അതായത് ഒരു വലിയ വീഡിയോ ചെയ്യും, അതായത് ഒരു വീഡിയോ കുക്ക് ചെയ്യും. അപ്പോൾ ദിവസം വീഡിയോ ഇടണം എന്നാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു വീഡിയോ കുക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും, ആ വീഡിയോയിൽ തന്നെ ഷോർട്ടാക്കും. അതാണ് നിങ്ങൾ ഉമ്മ പറയുന്നതായിട്ട് കാണുന്നത്. ചെറിയ 1 മിനിറ്റിൻ്റെ വീഡിയോ അല്ലേ, 1 മിനിറ്റ് വീഡിയോ അതിൻ്റെ ഷോർട്ടാണ്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ എങ്ങനെ അല്ലായിരുന്നു, ആ വീഡിയോ തന്നെ കട്ട് ചെയ്തിട്ട് ഇടായിരുന്നു. പിന്നെ നമ്മൾ ഓരോന്നിനും അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ ഇപ്പോഴത്തെ രീതി അല്ല പണ്ടത്തെ രീതി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് പറയാം, അത് ആ സമയത്ത് ഞാൻ പറയാം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ 1 മാസത്തോളം വീഡിയോ ഇടാൻ തുടങ്ങി. ഒരു മനുഷ്യൻ കാണാനുണ്ടാവില്ല. ആകെ നമ്മൾ കാണുന്നവരൊക്കെ കൊണ്ടുപോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വ്യൂസ് ഒന്നും തരുന്നില്ല, നമ്മളെ ചാനൽ സബ്സ്ക്രൈബും ആവുന്നില്ല. ഈ സബ്സ്ക്രൈബ് ആയിട്ട് പൈസ കിട്ടാൻ തുടങ്ങണമെങ്കിൽ 1000 സബ്സ്ക്രൈബറും വേണം, പിന്നെ 4000 വാച്ച് അവറും ആവണം. പിന്നെ അതിൻ്റെ ചെറുതൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ഉപകാരമില്ലാത്തതാണ്. ഈ ഷോർട്സ് വീഡിയോ, മറ്റേ ഷോർട്സ് എന്ന് പറയുന്നത് മറ്റേ അതായത് ഗിഫ്റ്റ് ഉണ്ട്, അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും ആരും നമുക്ക് തരുമൊന്നുമില്ല. അതിലൊന്നും നമ്മൾ ഇതാക്കരുത്. അപ്പോൾ മെയിനായിട്ടുള്ള മോണിറ്റേഷന് വേണ്ടിയിട്ട് എന്താ വേണ്ടത് വെച്ചാൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറുമാണ് വേണ്ടത്. ഈ 4000 വാച്ച് അവറിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, ഞങ്ങൾ കൂട്ടുകാരൊക്കെ വരുമ്പോഴൊക്കെ അവരെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഒരു കല്യാണത്തിന് പോയാലും അവരെ നിന്നൊക്കെ ഇങ്ങനെ ചാനലുണ്ട്, സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വാട്സപ്പിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും വീഡിയോസ്. അങ്ങനെയുള്ള അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഇതെന്താ അങ്ങനെ ചെയ്തു കൊടുത്താൽ എന്താ വെച്ചാൽ ഒരു 2 ദിവസം നല്ല വ്യൂ ഉണ്ടാവും. ആ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ, 100, 150, 300ഒക്കെ ആയാൽ ഭയങ്കര വ്യൂ ആയി. ഞാൻ ഉമ്മനോട് വന്ന് പറഞ്ഞിട്ടില്ലേ, ഏതൊരു വീഡിയോക്ക് 1000 വ്യൂ ആയി. അപ്പോൾ ഞാൻ ഉമ്മനോട് വന്ന് പറഞ്ഞു, ഉമ്മ 1000 വ്യൂ ആയി, ആൾക്കാർ കാണാൻ തുടങ്ങിയെന്ന്. അപ്പോൾ അങ്ങനെ ആയി തുടങ്ങി, അങ്ങനെ ആവും. പക്ഷെ എന്തുണ്ടെന്നറിയോ, പെട്ടെന്ന് അങ്ങോട്ട് ചാനലിൻ്റെ ഇതങ്ങോട്ട് കുറഞ്ഞു. അതായത് ഈ 300 വ്യൂ ഒക്കെ ആവറേജ് വന്നുകൊണ്ടിരുന്നിടത്ത് ഒരു വ്യൂ 50 വ്യൂ 40 വ്യൂ ഒക്കെ ആയി തുടങ്ങി. അപ്പോൾ അത് പിന്നെ അതിനെക്കുറിച്ചിട്ട് വായിച്ചിട്ടും അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടും ഇപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് യൂട്യൂബിൽ കിട്ടും. പക്ഷേ അതിനനുസരിച്ചുള്ള മെത്തേഡുകളുണ്ട്. എല്ലാം മലയാളത്തിൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല ചിലപ്പോൾ.
എല്ലാം തമിഴിൽ നോക്കും, ഞാൻ ഹിന്ദിയിൽ നോക്കും. ഹിന്ദി ലാംഗ്വേജ് ഒന്നും അറിയില്ല. ഞാൻ എന്ത് ചെയ്യും, ആ ഒരു ഇതൊക്കെ ഇംഗ്ലീഷ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ആ ഡിസ്ക്രിപ്ഷന് ഞാൻ അത് ആ സമയത്തൊക്കെ എന്ത് ചെയ്യുക, അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മറ്റേ നമ്മളെ ഇതിലിടും, നമ്മളെ ട്രാൻസ്ലേറ്റിലിടും. എന്നിട്ട് അതിൽ ഇംഗ്ലീഷ് മലയാളം ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളായിരിക്കും ഇതാക്കി കൊടുക്കരുത്. അതായത് എന്ത് പറയുക, നിർബന്ധിച്ചിട്ട് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ പാടില്ല, വീഡിയോ കാണിപ്പിക്കാൻ പാടില്ല. ഇത് നമുക്ക് ഇതായിട്ട്, അതായത് ഇത് ഒറിജിനലായിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ നമ്മളിലേക്ക്, അതിപ്പോൾ ഉമ്മാനെ ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ വന്നാലേ നമ്മളെ വ്യൂ എന്താവുള്ളൂ, കൂടുള്ളൂ, നമ്മളെ ചാനൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ടോ ഒരു കാര്യമില്ല എന്ന് ആ ഒരു സംഭവത്തിന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ ആർക്കും ഞാൻ അങ്ങനെ ചെയ്തു. ഒരു 300 സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ ഒരു 2-3 മാസത്തോളം ഞാൻ ഈ ഒരു 300 വ്യൂ, 400 വ്യൂ, 500 വ്യൂ അങ്ങനെ ഒരു ഇതിൽ അങ്ങനെ പോയി 4 മാസത്തോളം. 4ാമത്തെ മാസം ഞാനൊരു വീഡിയോ ഇട്ട്, നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കിയില്ല ഉമ്മ, എൻ്റെ ചോറ് കൊണ്ടുള്ള വെള്ളപ്പം, ആ വീഡിയോ ഒരു 2500 ആൾ കണ്ടു. അത് ആകെ 5 മിനിറ്റുള്ള വീഡിയോ ആണ്, 2500 ആൾ കണ്ടു. അത് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴേക്കും അതായത് 4 മാസം മടുത്തിക്കാണ്. ഉമ്മ എന്ത് പറയും, ഇതൊന്നും വേണ്ടടാ, അതായത് വീഡിയോ ഉമ്മക്ക് പറഞ്ഞിട്ടുണ്ടോ, നീ എന്തെങ്കിലും സ്ഥിരമായിട്ട് എന്തെങ്കിലും പണിക്ക് പോകും. ഞാൻ അങ്ങനെയല്ല പോയിണ്ടായിരുന്നു, ഉമ്മാനെ നോക്കണം, അതായത് ഉമ്മയുടെ കാലില്ലാതെ വീട്ടിൽ നിൽക്കണം. അങ്ങനെ അബ്ബാസ്ക്കാന്ന് പറയും, മൂപ്പരെ കോഴിക്കടയിലാണ് പോകുക. അപ്പോൾ മൂപ്പർക്ക് എന്താ വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാനും പറ്റും. കൊടുമുണ്ടയാണ് കേട്ടോ നമ്മളെ അബ്ബാസ്ക്കാടെ കട. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അബ്ബാസ്ക്കാരോട് പറഞ്ഞാൽ അങ്ങോട്ട് വരും, പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. മൂപ്പര് നല്ല സപ്പോർട്ടായിരുന്നു അന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാനും ഓട്ടോമൊബൈലാണ് പഠിച്ചത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പണി നോക്ക് എന്നുള്ളൊരു ഇതെനിക്ക് 3 മാസം കഴിഞ്ഞപ്പോൾ മുമ്പ് എത്തി. എന്താണെന്ന് വെച്ചാൽ വ്യൂ കയറുന്നില്ല, നമ്മൾ എന്തുവന്നു മടുത്തു തുടങ്ങി ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ. പിന്നെ അശോക് ലൈനിന്റെ സ്റ്റോർ റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവമൊക്കെ നടന്നത് കേട്ടോ. അത് ഒഴിവാക്കിയിട്ട് ഇത് ഫിനാൻസില് അതിനുശേഷമല്ലേ ഫിനാൻസ് കമ്പനിക്ക് അശോക് ലൈനിൽ കയറിയത്. പിന്നെ കൊറോണ കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ ഇറങ്ങിയതാണ്. അങ്ങനെ എന്താ പറയുക, വ്യൂ ഒക്കെ കുറഞ്ഞു വന്നപ്പോൾ ഉമ്മയുടെ രൂപമൊക്കെ മാറി, അങ്ങനെയായി. പിന്നെ കുറച്ച് സഹായിച്ചിട്ട് ഒരു 4ാമത്തെ മാസം എന്തായി, ഒരു വീഡിയോ കയറി. 4ാമത്തെ മാസം ഒരു തണ്ണിമത്തൻ്റെ വീഡിയോ. അത് വീഡിയോ കയറാനും ഒരു ഇതുണ്ട്. എന്താ കാരണം വെച്ചാലേ, ഉമ്മക്ക് ചില വാക്കുകൾ നിങ്ങൾക്കറിയാം. ഗരം മസാലയ്ക്ക് ഗിരം മസാല എന്നാണ് പറയുക. അതേപോലെ മിക്സാക്കുക എന്ന് പറഞ്ഞാൽ ഇനി മിസ്സാക്കുക എന്ന് പറയുക, മിസ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഒരു വീഡിയോയിൽ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയിൽ എന്ത് ചെയ്തു, ഉമ്മ അറിയാതെ ഇന്നെന്താ എന്താ ഉമ്മ ഉണ്ടാക്കുന്നത് ചോദിച്ചപ്പോൾ ഉമ്മ അറിയുന്നുണ്ട്, ഞാനിന്ന് സ്പെഷ്യൽ ഒരു തണ്ണിമത്തൻ ജ്യൂസാണ്. ഈ സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടമായി, ആൾക്കാർക്ക് ഈ സ്പെഷ്യലിൽ എല്ലാവർക്കും ഇഷ്ടമായി. അതിൽ കുറച്ച് നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും കുറച്ച് നെഗറ്റീവ് കമൻറ്റും ഉണ്ട്, പക്ഷെ കൂടുതൽ പോസിറ്റീവ് കമൻറ്റാണ്. ഉമ്മ ഈ പ്രായത്തിൽ ഉമ്മാനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ഒരു വീഡിയോയിൽ 1,00,000 വ്യൂസ് ആദ്യമായിട്ട് ആവുന്നത് ആ വീഡിയോയിൽ അമ്മ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ വീഡിയോക്ക് ഒരു 10,000 സബ്സ്ക്രൈബറായി. ആ 1,00,000-ൽ 10,000 സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് ഭയങ്കര സന്തോഷം. അതായത് 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഉമ്മാക്കൊക്കെ മടുത്തു തുടങ്ങി. ആ സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ ഒരു മോട്ടിവേഷനായി. ഇനി നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മോട്ടിവേഷനായി. അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത വീഡിയോ. അപ്പോൾ വേറെ കാര്യം എന്താണെന്ന് അറിയുമോ, സന്തോഷമായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളെ പഴയ വീഡിയോകളുണ്ടല്ലോ, അതായത് നമ്മൾ 300-400 വ്യൂ ഒക്കെ ഉള്ള വീഡിയോകളുണ്ടല്ലോ, അത് കൂടാൻ തുടങ്ങി. അത് കൂടിയപ്പോൾ അതുകൂടി കണ്ടപ്പോൾ നല്ല സന്തോഷമായി. വാച്ച് അവർ കൂടാൻ തുടങ്ങി. സബ്സ്ക്രൈബർ എന്തായാലും 10,000 ആയി ആ ഒറ്റൊരു വീഡിയോയിൽ തന്നെ. അതിൽ നല്ല ഹാപ്പിയായി ഞങ്ങൾ. പിന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങി. മുന്നോട്ട് പോയി. പിന്നെ ഒരു സ്റ്റേജിൽ എത്തിയപ്പോൾ പിന്നെ അത് ഡൗൺ ആയി. അതായത് ഒരു 10,000 സബ്സ്ക്രൈബറായി. പിന്നെ ഈ ഒരു വീഡിയോ കയറി. പിന്നെ അടുത്തൊന്നും വീഡിയോ കയറുന്നില്ല. അപ്പോൾ പിന്നെ ഒരു മാസമൊന്നും വീഡിയോ ഒന്നും കയറുന്നില്ല. ഞങ്ങൾ പിന്നെ എന്നാലും ഇതേപോലെ തന്നെ എല്ലാ ദിവസവും വീഡിയോ ഇടും യൂട്യൂബിൽ. എല്ലാ ദിവസവും വീഡിയോ ഇടുമെന്ന് പറഞ്ഞാൽ മുടങ്ങാതെ എല്ലാ ദിവസവും വീഡിയോ ഇടും.
ആ ഒരു കറക്റ്റ് ടൈം കേട്ടോ, ടൈമുണ്ട്. ഞങ്ങളൊരു 5:30ക്കാണ് വീഡിയോ ഇടാറ്. ആ ഒരു ടൈമിലാണ് ഞങ്ങൾ വീഡിയോ ഇടുക. ആ ടൈമിൽ തന്നെ കറക്റ്റായിട്ട് ഇടുകയും ചെയ്യും. അങ്ങനെ ഇട്ടിട്ട് ഒരു 8ാമത്തെ മാസമാണെന്ന് തോന്നുന്നു നമുക്ക് മോണിറ്റേഷൻ ആയതുമ്മ. 8 മാസം നമ്മൾ ഇതിൻ്റെ പിന്നാലാണെന്ന്. 8 മാസം കേട്ടോ. ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഷോർട്ട് ഉള്ളതുകൊണ്ടേ, ഷോർട്ട് വ്യൂ കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് ആവുന്നുണ്ടാവും. പക്ഷെ അന്നൊക്കെ 8 മാസം, അതായത് 3 കൊല്ലം മുന്നേ ഷോർട്ട് വ്യൂ ഉണ്ട്, പക്ഷെ എന്നാലും പെട്ടെന്നൊന്നും ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 8 മാസത്തിന് മോണിറ്റേഷനായി. പിന്നെ ഗൂഗിളിൻ്റെ ഒരു മറ്റേ ഇതുണ്ട്, വേരിഫിക്കേഷൻ ഉണ്ട്. അതൊന്നും പേപ്പറൊന്നും എൻ്റെ ഇല്ല കേട്ടോ. വേരിഫിക്കേഷൻ ഉണ്ട്. ആ വേരിഫിക്കേഷൻ കിട്ടിയപ്പോൾ, കയ്യിൽ കിട്ടിയപ്പോൾ അയ്യോ പഠിച്ചവരെ എന്താ നല്ല സന്തോഷമായി. അത് അന്ന് ഓൺലൈനും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പണ്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് കയ്യിൽ ഇങ്ങനെ ചിലർ ഇങ്ങനെ അടിച്ചു കൊടുക്കും. അത് കാണുമ്പോൾ നല്ല സന്തോഷമാണ്. അത് കയ്യിൽ കിട്ടാൻ ഞാൻ അഡ്രസ് വെരിഫിക്കേഷന് ഇത് ഓഫ്ലൈൻ തന്നെ ചെയ്തു. അങ്ങനെ അത് ചെയ്ത് അത് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മാക്ക് ആദ്യമായിട്ട് നമ്മളൊന്ന് വെള്ളിയങ്കല്ല് പോയത്. ഇല്ല ഉമ്മ, ആ അവിടുത്തെ അനുഭവം ഉമ്മ പറയാം. ഞങ്ങൾ വെള്ളയങ്കല്ല് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള ഒരു ചെറിയ പാർക്കാണ്. അവിടെ ഞങ്ങൾ ഇടയ്ക്ക് പോവാറുണ്ട്. പക്ഷെ ആരും ഞങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാറൊന്നുമില്ല. അന്ന് ഞങ്ങൾ യൂട്യൂബ് എടുത്തതിന് ശേഷം ആദ്യമായിട്ട് പോവുകയാണ്. അന്ന് ഞങ്ങൾ പോകുമ്പോൾ ഉണ്ട് ചിലവരൊക്കെ വന്ന്, ചിലവർ എത്തി നോക്കും, ചിലവർ പാളി നോക്കും, ചിലവർ മുമ്പിലൊന്നിങ്ങനെ നോക്കും. അങ്ങനെ നോക്കി വരുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ച്, നിങ്ങൾ ആ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളല്ലേ ചോദിച്ചു. ആ പറഞ്ഞപ്പോൾ ഒരാൾ ഞങ്ങളോട് വന്ന് സംസാരിച്ചത് കണ്ടിട്ട് പിന്നെ അവിടെ കുറേ പേര് ഞങ്ങളെ വന്നിട്ട് യൂട്യൂബ് താത്താണ് പറഞ്ഞ് ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും ഒക്കെ ആയിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അറിയാതെ ഇരുന്നവർ ഇത്രയും ആൾക്കാർ നമ്മൾ അറിയണ്ടല്ലോ എന്നുള്ളവർ ഭയങ്കര മനസ്സിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താ എനിക്ക് പറയേണ്ടതെന്നൊന്നും അറിയില്ല, അതുപോലത്തെ ഹാപ്പിയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഞങ്ങളൊരു 8-9 മാസത്തോളം, ഫസ്റ്റ് പേയ്മെൻറ്റ് വരുന്നത് ഒരു 10ാമത്തെ മാസം 11ാമത്തെ മാസമാവും. ഈ യൂട്യൂബ് പേയ്മെൻറ്റ് അങ്ങനെ പറയാൻ പാടില്ല. അത് ഒരു 10Kയുടെ ഉള്ളിലാണ് വന്നിട്ടുള്ളത്. $100 ആയാലേ നമുക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ, അതേ കിട്ടുള്ളൂ. ആ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മോണിറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടങ്ങളുണ്ട് കേട്ടോ. അതിൽ ഒരു ബാങ്ക് ആഡ് ചെയ്യണം, ഞങ്ങൾ മറ്റേ ഗൂഗിൾ ആഡ്സെൻസ് സെറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തത്. എല്ലാതും യൂട്യൂബ് നോക്കിയിട്ടും, പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പലതും. അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ മലയാളം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് തമിഴാവും കൂടുതലുണ്ടാവുക, അല്ലെങ്കിൽ ഹിന്ദിക്കാരാണ് കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ. മലയാളം കുറവാണ്, ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആ സമയത്തെ കാര്യമായിട്ടോ ഞാൻ പറയണത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നു. അന്നൊക്കെ എന്താ പറയുക, നല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഇത് കേട്ടിട്ടുണ്ട്. ഉമ്മ വിവേക് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പൈസ കിട്ടും, ചെക്ക് വരും എന്നൊക്കെ. പക്ഷെ നമുക്ക് അക്കൗണ്ടിലേക്ക് ത്രൂ ആവുന്നത് അത് 2010-ലൊക്കെയാണ്. 2010-2011 കാലഘട്ടങ്ങളിലാണ് ഞാൻ ചെക്ക് വന്ന കാര്യമൊക്കെ പറയണത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നു. പിന്നെ എല്ലാ മാസവും ഒരു ചെറിയൊരു എമൗണ്ട് വെച്ച് വരാൻ തുടങ്ങി. അത് ഞങ്ങളന്ന് എന്ന് വിചാരിച്ചിട്ട് ചാനലിൽ വീഡിയോ കുറയ്ക്കുക, അല്ലെങ്കിൽ ഈ പൈസ കിട്ടുമ്പോൾ നമുക്ക് എന്തുണ്ടെന്ന് അറിയോ, കൂടുതൽ നല്ല കണ്ടന്റുകൾ ചെയ്യാന്നുള്ള ഒരു മോട്ടിവേഷൻ ആവും. ഉമ്മയും അതേപോലെ തന്നെ പഴയതിനേക്കാളും ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. നമ്മളാരും ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഫസ്റ്റിലൊരു എന്താ പറയുക, ഇത് വരും, ഒരു ചമ്മല്. എനിക്ക് ആദ്യമൊക്കെ സംസാരിക്കാനൊന്നും വരില്ല. എന്താന്ന് പറഞ്ഞാൽ ഇത് ഏതോ ആരെന്തേലും പറയോ, നമ്മളെ കുറവായിട്ട് കാണുമോ എന്നുള്ളതൊക്കെ ഒരു മനസ്സിലൊരു ഇതായിരുന്നു. പിന്നെ ഇങ്ങനെ വന്ന് നമ്മളെല്ലാവരും ആളുകളൊക്കെ കണ്ട് സംസാരിച്ച്, ഞാൻ അറിയാത്തവരൊക്കെ എന്നെ അറിയും, അവരൊക്കെ നമ്മുടെ മുമ്പിൽ വരിക, സംസാരിക്കുക. ഇപ്പം പിന്നെ അങ്ങനെ ഒന്നുമില്ല, എല്ലാത്തിനും നല്ലൊരു ഇൻട്രസ്റ്റായി. അങ്ങനെ നമ്മളിതിപ്പോൾ ഈ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാലേ നമുക്ക് വീട്ടിലിരിക്കുന്ന ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ടാവും. അതെ, വീട്ടിലിരിക്കുന്ന ചെറിയ മക്കളും ആയാലും വലിയ ആളുകളായാലും അവർക്കൊക്കെ ഇത് ചെയ്യാന്നുള്ളതേ ഉള്ളു. പെൺപിള്ളേർ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും. അത് ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കുറച്ച് മൈൻഡ് സെറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും.
പക്ഷെ നമ്മൾ പകുതിക്ക് വെച്ചിട്ട് മടുത്തു പോകരുത്. അതാണ് ഞാൻ പറഞ്ഞത്. 8 മാസം 9 മാസമായിട്ടാണ് നമുക്ക് നമ്മളെ വീഡിയോ, അതിൽ പലതും ഏറ്റക്കുറച്ചിലൊക്കെ ഒരുപാട് വരും, വീഡിയോയിൽ ഒരുപാട് ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും. പക്ഷേ ആ ഏറ്റക്കുറച്ചിലൊക്കെ ഫസ്റ്റത്തെ ആ ഒരു ഘട്ടം മാത്രമേ ഉള്ളൂ. പിന്നീട് നമ്മൾ അതിനെക്കാട്ടിലും അപ്ഡേറ്റായി വന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബിൽ ഈ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവർ ഉണ്ടല്ലോ, അതെന്താ ചെയ്യുന്നത്? അവർക്കറിയാം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ഒന്നും ആവാൻ പോകണില്ല എന്ന്. നമ്മൾ അപ്ഡേറ്റായി വരുമ്പോഴേ അത് ചെയ്യുള്ളൂ എന്ന് അവർക്ക് അറിയുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം പറയാൻ എന്താന്ന് വെച്ചാൽ, ഇവനിപ്പോൾ ഈ പറഞ്ഞത് എനിക്ക് പറയാൻ നിച്ചല്ല, മോന് പറഞ്ഞതുപോലെ അങ്ങനെ നിങ്ങൾ തളർന്നു പോവരുത്. മുന്നോട്ട് പോകണം. മുന്നോട്ട് പറഞ്ഞാൽ മനസ്സിൽ നമുക്കൊരു ധൈര്യവും ഒരു വാശിയും വേണം. ഇത് ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂന്ന്. ചിലവർക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടാവും, ചിലവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല. പക്ഷെ ഈ കാര്യം ചെയ്യാൻ വിദ്യാഭ്യാസമൊന്നും വേണ്ട. എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ, പിന്നെ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. നമ്മളെ വീട്ടിൽ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ഉണ്ടായാൽ ഒന്ന് പറഞ്ഞു തന്നാൽ വിവരമുള്ളവർക്ക് മനസ്സിലായി. എനിക്ക് വിവരം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മനസ്സിലാവത്തൊന്നുമില്ല പെട്ടെന്ന്. അതുകൊണ്ട് എല്ലാരും മുന്നോട്ട് പോവുക. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കരുത്. മനസ്സിൽ ഒരു ആത്മവിശ്വാസത്തോടെ ചെയ്താ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, ആഗ്രഹമുള്ളവരൊക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ആത്മവിശ്വാസത്തോടെ തുടങ്ങുക. ആദ്യം തകർന്നു പോയാലും നമ്മുടെ മനസ്സ് തകരാതിരുന്നാൽ മതി. അത്ര അത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ വീഡിയോസ് കണ്ടിന്യൂസ് പോസ്റ്റ് ചെയ്യുക. പിന്നെന്താ വെച്ചാൽ ഈ ഞാൻ പറഞ്ഞ ടൈം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കി ചെയ്യുകയാണെങ്കിൽ, പിന്നെ കണ്ടന്റ് കോപ്പി അടിക്കാൻ മീൻസ് എന്താ ഉദ്ദേശിച്ചാൽ അത് വേറെ ആൾക്കാരെ വീഡിയോ എടുത്തിട്ട് നമ്മളെ ചാനലിൽ ഇടുക, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കോപ്പിറൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടുതലായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതൊക്കെ നമുക്ക് ഇതായിട്ട് വരുമ്പോഴേ ഞാൻ ഇതുവരെ നമുക്ക് എന്തായാലും ഒരു കോപ്പിറൈറ്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ അമ്പലത്തിൽ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ അതിലൊരു പാട്ട് വെച്ചിട്ട് നമുക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, അത് പല മെത്തേഡുകളുണ്ട്. അതായത് അഡോബ് പല ടൂളുകളുണ്ട്. നമുക്ക് അഡോബോ എൻഹാൻസർ എന്നൊക്കെ ഉപയോഗിച്ചിട്ട് സാധനങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്താൽ നമ്മൾ ഇതിനോട് ചെയ്യുമ്പോൾ നമുക്ക് പല സംശയങ്ങളും വരും. ഞാനെന്ത് ചെയ്യും, യൂട്യൂബിലടിക്കും ഇന്ന സാധനം ഉണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അതിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് മാറ്റം വരുത്തും. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഇന്നത് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അതായത് ഇപ്പോൾ ചിലർക്ക് നമ്മൾ പലവിധമാണ് ആൾക്കാർക്ക് പലവിധം സ്വഭാവങ്ങളാണ്, പലതരം ഇഷ്ടങ്ങളാണ്. ഇപ്പം ഉമ്മാനെ ഇഷ്ടപ്പെടുന്ന ഉമ്മാനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വേറെ ഒരു വ്യക്തിനെ ആവും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അവരുടെ വീഡിയോ കൂടുതൽ കാണും. അപ്പോൾ അവരെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഉമ്മാനെ ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ഉമ്മയുടെ വീഡിയോ കൂടുതൽ കാണും. ഉമ്മാടെ ചിലപ്പോൾ ഞങ്ങളെ വീഡിയോയുടെ അടിയിലൊക്കെ കമൻറ്റ് കാണുന്നുണ്ടാവും, ഉമ്മയുടെ സൗണ്ട് ഭയങ്കര മോശമാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പല കമൻറ്റുകളും ഉണ്ട്. അതിന് അത് ഇഷ്ടപ്പെടുന്ന, അതായത് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളുമായിട്ടും കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഈ സൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ സൗണ്ട് കുട്ടിക്കാലം മുതലേ എങ്ങനെയാണ്. ഈ സൗണ്ട് ഇനി എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സൗണ്ട്. അത് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ പല ഇതും വരും. നമ്മൾ അവസാനം ആൾക്കാരൊക്കെ നെഗറ്റീവ് കമൻറ്റ് അടിച്ചു. നമ്മൾ നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം ആലോചിക്കണം എന്നറിയാം. ഈ നെഗറ്റീവ് കമൻറ്റാണ് കൂടുതൽ മുന്നോട്ട് പോവുക. നമ്മളെ വ്യൂവേഴ്സ് കൂടുതലും നെഗറ്റീവാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്യുക. അതായത് വ്യൂവിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അമ്മനെ അടിക്കുന്ന ഒരു വീഡിയോ ഇട്ടാൽ അമ്മനെ അടിക്കുന്ന ഒരു വീഡിയോയും അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു വീഡിയോയും ഇട്ടാൽ ഈ അമ്മനെ അടിക്കുന്ന വീഡിയോ ആവും കൂടുതൽ കയറി വരിക. എന്താ വെച്ചാൽ നെഗറ്റിവിറ്റിയുള്ള ആൾക്കാർ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും, അപ്പോൾ കമൻറ്റ് ചെയ്യും. അങ്ങനെ ചിലർ അങ്ങനെ ഒരു റിയാക്ഷൻ, അതായത് റിയാക്ഷനാണ് ഈ വീഡിയോ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആഗ്രഹമുള്ളവർ, ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആഗ്രഹമുള്ളവർ തുടങ്ങുക. ഇതിന്ന് ആദ്യം തന്നെ ഒരു വരുമാനമൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മളിതൊരു ജീവിത രീതിയാക്കി മാറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മളെ തേടി ഈ വരുമാനവും കാര്യങ്ങളൊക്കെ വരും. അതിപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് സന്തോഷമാണ്. എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ ഇങ്ങനെ നല്ല രീതിക്കായിട്ട് മാറ്റിയെടുക്കാം. പിന്നെ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് തകർന്നു പോകരുത്. നമ്മൾ ഉഷാറായിട്ട് മുന്നോട്ട് തന്നെ പോകണം, പിന്നാക്കം പോകരുത്. ആത്മവിശ്വാസത്തോടെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വിജയിക്കും.
അപ്പോൾ നിർത്തല്ലേ അമ്മ? ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ യൂട്യൂബിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇൻസ്റ്റയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും.